പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ വിശുദ്ധ നോയമ്പിൻ്റെ 40 ദിവസം നമ്മൾ വെള്ളിയാഴ്ചയോടുകൂടി പിന്നിട്ടു. ഇനിയുള്ള 10 ദിവസങ്ങൾ നമ്മൾക്ക് കർത്താവിൻ്റെ കഷ്ടാനുഭവ ദിവസങ്ങളായിട്ടുള്ള ആ ഓർമ്മകളിലാണ് നമ്മൾ ആ ഓർമ്മകൾ ധ്യാനിച്ചും അത് നമ്മൾ കർത്താവിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനോട് കൂടിയായിരിക്കുകയാണ് അതാണ് ഉപവാസം എന്ന് പറയുന്നത്. കർത്താവിനോട് കൂടി വസിക്കുക, കർത്താവിനോട് കൂടി ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മുൻപ് ഈ 40 ദിവസം കഴിഞ്ഞ് അതിനുള്ള നേടിയ വിശുദ്ധി കൊണ്ട് ഈ ദിവസങ്ങളും ഈ 8-9 ദിവസങ്ങളും നമ്മൾ പരിപൂർണമായിട്ട് ആ ഉപവാസത്തിൽ ആയിരിക്കണം. ഉപവാസം എന്ന് പറഞ്ഞപ്പോൾ ആഹാരവർജനയുടെ കാര്യമല്ല പറയുന്നത്, ആഹാരവർജനയാണ്. ഉപവാസം എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തോടു കൂടി ആയിരിക്കുക, ദൈവത്തിനോടുകൂടി വസിക്കുക എന്നുള്ളതാണ്. വർജന അതിൻ്റെ ഒരു ഭാഗമാണ്. അതിനുള്ള ശക്തി, കൂടുതൽ ആത്മീയ ശക്തി നേടുന്നതിന് വേണ്ടിയാണ് അത് എപ്പോഴും അങ്ങനെ ആഹാരവർജന പറ്റുകയില്ലല്ലോ. അപ്പോഴേ നമ്മൾ അങ്ങനെ ആയിരിക്കുന്നതിന് കൂടുതൽ വിശുദ്ധി കഴിഞ്ഞ് ഇത്രയും ഈ 40 ദിവസത്തെ നോമ്പുകൾ കൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, ധ്യാന ജീവിതം കൊണ്ട് നമ്മൾക്ക് സാധിച്ചു കാണും എന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയിപ്പം ഇത് എൻ്റെ നോയമ്പുകാല ചിന്തകളുടെ 4-ാമത്തെ ഭാഗമാണ്. അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇപ്പോൾ ഇന്ന് നമുക്ക് ധ്യാന വിഷയമായിട്ട് ഇനിയുള്ള ഈ സമയത്ത് ഈ 8-9 ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്നത്, നമ്മൾ കഴിഞ്ഞത് ഈ 40 ദിവസം നമ്മൾ ചെയ്തത് ഒന്ന് ആലോചിക്കുക, ചെയ്യാനുള്ളതിനെ ആലോചിക്കുക, ചെയ്യാത്തതുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് വേണ്ടുന്നത്. നമ്മൾ പ്രാർത്ഥനകൾ മാത്രമല്ല, നോയമ്പിന് പ്രവൃത്തിയുമുണ്ട്. അപ്പോൾ അതിൽ ഒന്നാണ് വലിയൊരു തെറ്റാണ് ദ്രവ്യാസക്തിയോടുള്ള നമ്മുടെ അഭിനിവേശം ദ്രവ്യങ്ങളോട്, അതായത് മറ്റ് വസ്തുക്കളോട്, ധനം മാത്രമല്ല, മറ്റ് മനുഷ്യരോടായാലും വീട്ടിലുള്ളവരായി തന്നെയായാലും മാതാപിതാക്കൾ, ഭാര്യ, ഭർത്താവ്, സഹോദരങ്ങൾ, മക്കൾ, ഇങ്ങനെയൊക്കെയുള്ളവരോട് കൂടുതലായിട്ടുള്ള സ്നേഹവും അടുപ്പവും തന്നെ ദൈവത്തെക്കാളും ഉപരിയായിട്ട് പോകുന്നോ, അത് ദൈവചിന്തയ്ക്കും എല്ലാം നമ്മൾ ഒരു തടസ്സമാകുന്നുണ്ടോ, കുറയുന്നുണ്ടോ ദൈവസ്നേഹത്തിന് എങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. അതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞിരിക്കണം. ഏത് വസ്തുക്കളോടായാലും ചിലർ പണം കൂടുതൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്, തെറ്റുകളായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ പണത്തിന് വേണ്ടിയുള്ള ആസക്തി, വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, പണത്തോടുള്ള അത്യാർത്തി വിഗ്രഹാരാധന തന്നെയാണ് എന്ന്. അപ്പം നമ്മൾ അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നമ്മൾ ഏതിനോടായാലും കൂടുതലായിട്ട് ദൈവത്തെ കഴിഞ്ഞുള്ള കൂടുതൽ സ്നേഹം വെച്ച് പുലർത്തി, അല്ലെങ്കിൽ അതോടൊപ്പം അത്രത്തോളം സ്നേഹം വെച്ച് പുലർത്തുന്നത്, ആദരവോ ബഹുമാനമോ അത്രത്തോളം കാണിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. അത് ഇപ്പോൾ ആദരവും ബഹുമാനവും ദൈവത്തോളം മറ്റൊരുത്തരും യാതൊന്നും തന്നെ അർഹിക്കുന്നില്ല, അത് പാടില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അതുപോലെ തന്നെ ആണ് പങ്കുവയ്ക്കൽ. ആർത്തിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. ധനം സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് തെറ്റൊന്നുമല്ല. അത് ദൈവത്തിൻ്റേതായിട്ട് മാറണമെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം നമ്മളത്. അല്ല നമ്മളുടെ സ്വന്തം ബുദ്ധിയിൽ, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ട് ഞാൻ സമ്പാദിച്ചു, എൻ്റെ ആരോഗ്യവും എൻ്റെ കഴിവും എൻ്റെ ബുദ്ധിശക്തിയും കൊണ്ടൊക്കെ സമ്പാദിച്ചു എന്നുള്ളതല്ല, അത് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണം. അതെങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതെന്ന് വിശുദ്ധ വേദപണ്ഡിതരെല്ലാവരും പറയുന്നത്, വിശുദ്ധ ആത്മാക്കളെല്ലാം പറയുന്നത് തന്നെ. എങ്ങനെയാണ് അത്? മറ്റുള്ളവർക്ക് കൂടി പങ്കുവെക്കണം. പങ്കുവെച്ചെങ്കിലേ
അത് ദൈവത്തിൻ്റേതായിരിക്കത്തുള്ളൂ, ദൈവത്തിൽ നിന്ന് നീ ആകത്തുള്ളൂ എന്നാണ്. അപ്പം നമ്മൾ ദൈവത്തിൽ നിന്ന് അത് സ്വീകരിക്കണമെങ്കിൽ ദൈവം ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. ദൈവം ഇഷ്ടപ്പെടുന്നത് ഇല്ലാത്തവനെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നുള്ളതാണ്, അവനെ നമ്മൾ പോറ്റണമെന്നാണ് അവർക്കുള്ളത്. കൊണ്ട് അവർ കഴിയട്ടെ എന്നല്ല. അവർ പട്ടിണിയിലായിരിക്കും, പ്രയാസത്തിലായിരിക്കും, നമ്മളോട് പറയാൻ വിഷമങ്ങളുള്ളതായിരിക്കും, വെളിയിൽ ആരോടും അത് അറിയിക്കത്തില്ല. അഭിമാനവും അന്തസ്സിന് കോട്ടവും ഒക്കെ വരുത്തരുതെന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ കഴിയുന്നവർ ധാരാളമുണ്ട്, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ നമ്മുടെ ക്രിസ്തീയ സമ്പത്തിൻ്റെ വിനിമയത്തിൻ്റെ ധനവിനിമയത്തിൻ്റെ ക്രിസ്തീയ ദർശനം എന്ന് പറയുന്നത് ഈ ധനം ഉള്ളയാൾ അവർക്ക് അവരുടെ ജീവിത ആവശ്യത്തിന് ഉള്ളതിൽ കവിഞ്ഞ് ഉള്ള എന്ത് ചെയ്യാണ്, സമ്പത്ത് കൂടുതലുള്ളവൻ ധനികൻ എന്നൊക്കെ പറയുന്ന ആളുകൾ സമ്പത്തിൻ്റെ കസ്റ്റോഡിയൻ മാത്രമാണ്. സമ്പത്തിൻ്റെ ഉടമ ദൈവമാണ്, അത് കസ്റ്റോഡിയനാണ്, അത് കാര്യവിചാരകനാണ് എന്നാണ് പറയുന്നത്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായും പറയുന്നുണ്ട്, കാര്യവിചാരകനാണ്. വിശുദ്ധ അപ്രേമും പറയുന്നത് അത് തന്നെയാണ്, കാര്യവിചാരകനാണ്. അത് എന്തിനാണ് അങ്ങനെ കാര്യവിചാരകനായിരിക്കുമ്പോൾ പിന്നെ ഈ സമ്പത്ത് ഞാൻ എൻ്റെ ബുദ്ധിയും ശക്തിയും യുക്തിയും കൊണ്ടൊക്കെ നേടിയത് എന്തിനാണ്? അത് ഞാൻ നേടിയതല്ല, ദൈവം നിൻ്റെ ബുദ്ധിക്കും ശക്തിക്കും അനുസരിച്ച് തന്നതാണ്. അത് ദൈവം അനുവദിച്ച് തന്നതാണ്. എന്തുകൊണ്ടാണ്? ചുറ്റുപാടും നമ്മൾ നോക്കണം. നമ്മുടെ ചുറ്റുപാടും എത്രയോ പേര് അധ്വാനിക്കുന്നു, അവരുടെ ബുദ്ധിയും ശക്തിയും കൊണ്ടൊക്കെ അധ്വാനിക്കുന്നുണ്ട്, ആരോഗ്യം കൊണ്ട് സമയം കൊണ്ടൊക്കെ അവർ അധ്വാനിക്കുന്നുണ്ട്. എന്നിട്ടെന്താ നമ്മളുടെ കൂട്ടില്ലാത്തത്? നമ്മളെപ്പോലെ അവർക്ക് സമ്പത്തില്ലാത്തതെന്ന് ധനികരായവർ, ധനം ആവശ്യത്തിൽ കൂടുതലുള്ളവർ, അവരുടെ ആവശ്യത്തിൽ കൂടുതലെന്ന് പറഞ്ഞാൽ കുന്നുകൂട്ടി വെച്ചിരിക്കുന്നതെന്നല്ല, നമ്മുടെ ആവശ്യത്തിന്, ജീവിത ആവശ്യത്തിന് കവിഞ്ഞുണ്ടെങ്കിൽ അവൻ ധനികനാണ്. അത് അവൻ്റെ കൂടുതലായിട്ടുള്ള സമ്പത്തുണ്ടെന്നാണ് അർത്ഥം. അതാണ് ക്രിസ്തീയ ദർശനം, അതാണ് സഭ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ സമ്പത്ത് നമ്മളെപ്പോലെ ഇല്ലാത്തവർക്ക് കൂടി അവരെ പോറ്റുന്നതിനും കൂടിയാണ്. അതിനുവേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമ്പത്ത്, ദൈവം ഏൽപ്പിച്ച സമ്പത്തിൻ്റെ കാര്യവിചാരകനാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന് അങ്ങനെ വിവേചനമുണ്ടോ സമ്പത്ത് മറ്റുള്ളവർ കൊടുക്കുന്നതിന് എന്ന് പലരും ചോദിക്കും. എന്തിനാണ് ദൈവം? പലരും ചോദിക്കുന്നുണ്ട്, നിരീശ്വരവാദികളും അല്ലാത്തവരും എല്ലാവരും തന്നെ ചോദിക്കുന്നുണ്ട്. ദൈവം ഉണ്ടെങ്കിൽ പിന്നെ ദൈവം എന്തിനാണ് ഇങ്ങനെയുള്ള ആളുകളെ സൃഷ്ടിച്ചത്? ദരിദ്രരെയും രണ്ട് തട്ടിൽ എല്ലാവരെയും അങ്ങനെ സൃഷ്ടിച്ചത് എന്തിനാണ്? എല്ലാവർക്കും ഒരുപോലെ കൊടുത്തുകൂടെ എന്നുള്ളതൊക്കെ ഒരു ചോദ്യങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. അത് നേരത്തെ പറഞ്ഞല്ലോ, അവന് എല്ലാവർക്കും ഒരുപോലുള്ള കഴിവില്ല. എന്തുകൊണ്ടാണ് കർത്താവ് 10 താലന്തിൻ്റെ കാര്യം നമ്മൾ ഉപമ പറയുമ്പോൾ പറയുന്നത്? ഒരുത്തന് 10, ഒരുത്തന് 5, ഒരുത്തന് 2, അല്ലെങ്കിൽ ഒരുത്തന് 1 ഇങ്ങനെയൊക്കെ കൊടുത്തപ്പോൾ അപ്പോഴതിൻ്റെ അർത്ഥം എന്താണ്? അവൻ്റെ കഴിവിനനുസരിച്ചാണ് അവിടെ കൊടുത്തത്. ആ രാജാവ് അല്ലെങ്കിൽ യജമാനൻ ഈ ഭൃത്യന്മാർക്ക് തൻ്റെ കാര്യവിചാരകരായിട്ടുള്ളവർക്ക് കൊടുത്തത് അവരവരുടെ കഴിവിനനുസരിച്ചാണ്. ദൈവം തമ്പുരാൻ തന്നെയാണത്, ആ യജമാനൻ. അത് നമ്മുടെ ആളുകൾ, നമ്മൾ തന്നെയാണ് അതിൻ്റെ കാര്യവിചാരകർ. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ എല്ലാവർക്കും ഏൽപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അതിന് കഴിവുള്ളവർക്ക് കൂടുതൽ കൊടുത്തു, കഴിവില്ലാത്തവർക്ക് അതിനനുസരിച്ച് കൊടുത്തു. അവന് എടുക്കാൻ പറ്റുന്നതിൽ കൂടുതൽ ഒരാളെ കൊണ്ട് എടുപ്പിക്കാൻ പറ്റുകയില്ല. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ ഇംഗിതം. അപ്പോൾ അതനുസരിച്ച് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ, നമ്മുടെ ചുറ്റുപാട് നോക്കുമ്പോൾ ഇല്ലാത്തവർ അവരധ്വാനിച്ചിട്ടുമില്ല, അത് അവരുടെ കുറ്റമല്ല, അത് മനസ്സിലാക്കണം. അവരുടെ കഴിവ് അത്രയുള്ള ദൈവം അവർക്ക് ആ കഴിവേ കൊടുത്തുള്ളൂ. എന്തിനാണ് നമുക്ക് കൂടുതൽ കഴിവ് തന്നത്? അത് കൂടുതൽ കഴിവ് തന്നത് ഇതിനാണ്, ഈ സമ്പത്ത് കൈവശം വയ്ക്കാനും അത് സൂക്ഷിച്ച് നടത്താനും നമുക്ക് കഴിവുണ്ട്, അതിന് സാമർഥ്യമുണ്ട്, അതിനുള്ള ബുദ്ധിയും ശക്തിയും വിവേകവും എല്ലാം ഉണ്ട്. മറ്റവർക്ക് കൊടുത്താൽ അതില്ല. 1 or 2 ദിവസമോ അല്ലെങ്കിൽ 1 മാസവും കൊണ്ട് തീർന്നു പോകും. നിനക്കതിനുള്ള കഴിവുണ്ട്. അപ്പോൾ നീ അത്
മറ്റ് ആവശ്യത്തിന് കസ്റ്റഡിയൻ്റെ ചുമതല എന്താ, അത് ആവശ്യത്തിന് സൂക്ഷിച്ച് വയ്ക്കുക. മറ്റ് അതിൻ്റെ ഉടമസ്ഥർ ആവശ്യമുള്ളപ്പോൾ കൊടുക്കണം. അവർ ഉടമസ്ഥൻ പറയുന്നിടത്ത് കൊടുക്കണം. ഉടമസ്ഥൻ ആരാണ്? ദൈവം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കസ്റ്റഡിയന് വെച്ചിരിക്കുന്ന ഇത് ആർക്കാ? ചുറ്റുപാടുമുള്ളവരുടെയാണ്. അതിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് ക്രിസ്തീയ ദർശനം, സാമ്പത്തിക വിനിമയത്തിൻ്റെ ക്രിസ്തീയ ദർശനം. അതാണ് പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കണം. നമ്മൾ ഈ നോയമ്പ് കാലത്ത് ഇതൊന്നും മനസ്സിലാക്കിയില്ല, അത് നമ്മൾ ചെയ്തില്ല എങ്കിൽ വലിയ തെറ്റുകളാണ് ചെയ്തത്. വെറുതെ നോയമ്പ് 40 ദിവസം വെറുതെ കളഞ്ഞില്ലയോ? അത് പാപവും കൂടിയാണ്. അപ്പം പാപം ചെയ്തു 40 ദിവസവും അറിഞ്ഞുകൊണ്ട് നമ്മൾ പാപം തന്നെ ചെയ്തു, പാപത്തിൽ തന്നെ ജീവിച്ചു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഒരാൾ ഒരു പാപമല്ല അത് ചെയ്തത്, 4-5 പാപങ്ങൾ വരുന്നുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഇതാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നത്, സമ്പത്തിൻ്റെ വിനിമയം. അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മുടെ ചുറ്റുപാട്, നോയമ്പ് നോക്കുന്നവരുടെ ചുറ്റുപാടുമോ നമ്മുടെ അറിവിലോ ഇത് അർഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം? അവർക്ക് അത് കൊടുത്തിരിക്കണം. അപ്പം നമുക്ക് നോക്കാം, നമ്മുടെ ചുറ്റുപാടും ആരും കാണത്തില്ല, ഒരു പക്ഷേ കാണത്തില്ല, തീർച്ചയായിട്ടും ശരിയാണ്. അവർ അധ്വാനിക്കുന്നത് അങ്ങനെ അവർ കഴിഞ്ഞുകൂടുന്നു. പക്ഷേ ഇത് അർഹിക്കുന്നവർ വേറെ കാണും. അർഹിക്കുന്നവരെ നമ്മൾ കർത്താവ് ഇത് പറയുന്നത് എങ്ങനെ? നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം അവരെ. വിശുദ്ധ യാക്കോബ് പറയുന്നുണ്ട്, നിലം അല്ലെങ്കിൽ കൃഷിസ്ഥലം അതിൻ്റെ ഉടമസ്ഥനായ കർഷകനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്ന് അവൻ്റെ അടുത്തോട്ട് വന്ന് എനിക്ക് വെള്ളം തരൂ, എനിക്ക് വിത്തുകൾ തരൂ, എനിക്ക് വളം തരൂ എന്നൊന്നും പറയുന്നില്ല, അപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് കർഷകൻ അവിടെ ചെന്ന് ആ നിലത്തിൽ അല്ലെങ്കിൽ വസ്തുവിൽ കൃഷിസ്ഥലത്ത് ചെന്ന് അതിനോട് വേണ്ടുന്ന വെള്ളമൊക്കെ വേണ്ടുന്നതൊക്കെ ജലസേചനം ചെയ്യുന്നു, വിത്തുകൾ വിതയ്ക്കുന്നു, വളം കൊടുക്കുന്നു, വളം വിടുന്നു. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഈ ആവശ്യത്തിന് സമ്പത്തുള്ളവൻ എന്ത് ചെയ്യണം? ഇല്ലാത്തവനെ അന്വേഷിച്ച് അവിടെ ചെല്ലണം, കണ്ടെത്തണം, അവിടെ കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് നമ്മളെ സഭ പഠിപ്പിക്കുന്നത്. ക്രിസ്തീയ ദർശനം അതാണ്. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ സംഘടനകൾ, ആഗോളമായിട്ടുള്ള സംഘടനകളൊക്കെ ഈ ദരിദ്ര രാജ്യങ്ങളെ, മറ്റുള്ളവരെ ഇന്ത്യയിലും സഹായിച്ചു കൊണ്ടിരുന്നതാണ്. അറിയാമല്ലോ, ഗോതമ്പ് അതുമൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് തരുന്നതല്ല. പള്ളികളിൽ മാത്രം ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഒരു വീഡിയോ 2 വർഷത്തിന് മുൻപ് ചെയ്തതാണ്. പള്ളികളിൽ ചിലർ പറയും കത്തോലിക്ക പള്ളികളിൽ ആളുകളെ ചേർക്കാൻ ഇങ്ങനെ ക്രിസ്ത്യാനികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നു എന്ന്. അങ്ങനെയല്ല, നമ്മുടെ സ്കൂളുകളിൽ പോലും വന്ന് കൊടുത്തിരുന്നു. ഇത് അംഗൻവാടികൾ, അങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന നമ്മുടെ വകുപ്പുകളിലെല്ലാം തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് എന്തിനായിരുന്നു അത് ചെയ്തിരുന്നത്? ഞാൻ ഈ പറഞ്ഞ ആശയം തന്നെയാണ്. മറ്റുള്ള രാജ്യങ്ങളിൽ അവർക്കുണ്ടായിരുന്നത് ശേഖരിച്ച് ദൈവത്തിൻ്റെ നമ്മുടെ സഹോദരങ്ങളാണ്, ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് സർവ്വ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും എല്ലാം. അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് തന്നെ നമ്മൾ അത് വിതരണം ചെയ്യുകയാണ്, വിനിമയം ചെയ്യുകയാണ്. ആ സഹോദര ബന്ധത്തിൽ പിതൃപുത്ര ബന്ധം. അപ്പോൾ നമ്മൾ സഹോദരമാണ്, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പോൾ മക്കൾ പരസ്പര സഹോദരങ്ങളാണ്. ആ ഒരു ദർശനത്തിലാണ് എല്ലാവർക്കും കൊടുത്തത്. പള്ളികളിൽ കൊടുത്തിട്ടുണ്ട്, കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം ശരിയാണ്. പക്ഷേ എൻ്റെ ഓർമ്മയിൽ എല്ലാവരും വാങ്ങിക്കും. അത് ആ പള്ളികളിൽ അംഗത്വം ഉള്ളവരല്ലാതെ പിന്നെ അവരുടെ വിഹിതം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് അവിടെ എത്തുന്ന ആർക്കും ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോരുത്തർ അങ്ങനെ ഇരുന്ന് കോക്കറി കുത്തിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. നിങ്ങൾ അതുപോലുള്ള ഇങ്ങനെയുള്ള ആ ദുഷ്ടത മനസ്സിൽ വെച്ചുകൊണ്ടാണ് അതൊക്കെ പറയുന്നത്. അപ്പോൾ ആ ദുഷ്ട മനസ്സങ്ങ് മാറ്റണം. അപ്പോൾ അത് മനസ്സിലാവും. ഇത് എല്ലാവരും വന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചിരുന്നു, എല്ലാവർക്കും ചെയ്യുന്നു. എല്ലാ സ്കൂളുകളും അംഗൻവാടികളിലും അങ്ങനെ ബാലവാടികൾ അങ്ങനെയുള്ളിടത്തെല്ലാം അത് ചെയ്തിരുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നിടത്ത് എല്ലാം തന്നെ ആരോഗ്യ സേവാ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ അവർ ഇത് ഉപയോഗിച്ചിരുന്നതെല്ലാം ഇങ്ങനെ ക്രിസ്തീയ സംഘടനകൾ, കെയർ എന്നാണ്, അതായത് ക്രിസ്ത്യൻ അസോസിയേഷൻ ഓഫ് റെഫ്യൂജീസ്, അവർക്ക് ഉള്ള ക്ഷേമ ആക്ടിവിറ്റീസ് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ
അങ്ങനെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ്. ആ കെയറിന് ഷോർട്ട് ഫോം അതിൽ എല്ലാ ബാഗുകളിലും വന്ന് എഴുതിയിട്ടുണ്ട്. എനിക്ക് അറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളെ വേണ്ടാത്തത് ഓരോരുത്തർ ദുഷ്ടത വെച്ചും കൊണ്ട് പറയുന്നത് അത് വേറെ, അത് നമുക്ക് തള്ളിക്കളയാം. അപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം യോഹന്നാൻ്റെ ലേഖനം 1-ാം ലേഖനം 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നത്, സമ്പത്തുണ്ടായിരിക്കെ സഹായം അറിയിക്കുന്നവനെ കണ്ടിട്ട് അവനെതിരെ ഹൃദയം അടയ്ക്കുന്നുവെങ്കിൽ അവനെ സഹായിക്കുന്നില്ലെങ്കിൽ അവനിൽ ദൈവസ്നേഹമില്ല. അങ്ങനെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവസ്നേഹിതനാണ്, ഭക്തനാണ് എന്ന് പറയുന്നെങ്കിൽ അവൻ കള്ളം പറയുന്നു, അവൻ മഹാപാപമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അതാണ് ക്രിസ്തീയ ദർശനം. അപ്പോൾ ധനത്തിൽ അമിതമായിട്ടുള്ള ശ്രദ്ധ, അങ്ങനെ ആഗ്രഹം, കൂടുതൽ നേടാനുള്ള പരിശ്രമം, ഇവയൊക്കെ മനുഷ്യനെ ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റും. അപ്പോൾ അവനിൽ ദൈവസ്നേഹം കുടികൊള്ളുന്നില്ല. അതാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ അത് തൻ്റെ ആ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ അവന് ഈ ധനത്തിൽ ആർത്തി വച്ചിരിക്കുന്നവൻ അവൻ അറിയാതെ തന്നെ അവൻ അതിൻ്റെ അടിമയായി പോകും, ദൈവത്തിൽ നിന്ന് അകലും. അതിൻ്റെ ഒരു വസ്തുവിൻ്റെ അടിമയായി പോകുന്നവൻ പിന്നെ ദൈവത്തിൻ്റെ അടിമയാകുന്നത് എങ്ങനെ? ദൈവത്തോട് സ്നേഹമുള്ളവനാകുന്നത് എങ്ങനെ? ആ വസ്തുവിനോടായിരിക്കും അവൻ്റെ ആദരവും ബഹുമാനവും സ്നേഹവും ശ്രദ്ധയും പരിഗണനയെല്ലാം അതിനായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത്, കൊളോസിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5-6 വാക്യത്തിൽ പറയുന്നത്, അത് ദ്രവ്യാസക്തി വിഗ്രഹാരാധന തന്നെയാണ് എന്ന് പറയുന്നത്. അത് ദൈവത്തിൽ നിന്ന് അവനെ അകറ്റും. അപ്പോൾ അത് ചെയ്യുന്നത് ആരാ? ദൈവമാണോ? ദൈവമല്ല ഒരു മനുഷ്യനെ അവനെ അങ്ങനെ ആക്കുന്നത്. ദ്രവ്യത്തിനോടുള്ള ആസക്തി. ഞായറാഴ്ച ആരാധന ദിവസങ്ങളിലും എല്ലാം ആരാധനാലയങ്ങളിലും പോകാതെ, അവൻ്റെ ആരാധനകൾ നിർവഹിക്കാതെ, പ്രാർത്ഥനകൾ നിർവഹിക്കാതെ, കുടുംബ പ്രാർത്ഥനയൊക്കെ ഒഴിവാക്കി നടക്കുന്നവനെ ദൈവമാണോ അങ്ങനെ ആക്കുന്നത്? പിശാചാണ്. നേരത്തെ പറഞ്ഞല്ലോ, ധനാസക്തി എന്ന് പറയുമ്പോൾ, ദ്രവ്യാസക്തി എന്ന് പറയുമ്പോൾ, കൂടുതൽ അങ്ങനെയുള്ള സ്നേഹം മറ്റുള്ളതിലാകുമ്പോൾ എന്തു ചെയ്യുന്നു? അത് പിശാചിൻ്റെ പ്രവർത്തനമാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമല്ല. അത് ദൈവമല്ല അങ്ങനെ ആക്കിയത്, അവരെ പിശാചാണ് അങ്ങനെ ആക്കിയത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ദൈവം അത്യധികം സ്നേഹിച്ചിരുന്ന ആരെയാണ്? സാധുക്കളെയും എളിയവരെയും ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ ധനം കൂടുതലുള്ളവർ സ്നേഹിക്കത്തില്ല. അത് അവരുടെ കുറ്റമല്ല. നമ്മൾ വിചാരിക്കുകയാണ് ഈ മനുഷ്യരിങ്ങനെ അർത്ഥ കൈക്ക് ഉപ്പ് തേക്കാത്തവർ, അല്ലെങ്കിൽ നമ്മൾ പറയും ഇവർ ഒരു മനുഷ്യത്വം ഇല്ലാത്തവർ. അത് പ്രിയപ്പെട്ടവരെ, അത് അവരുടെ കുഴപ്പമല്ല. അത് പിശാചാണ് അവരെ നയിക്കുന്നത്. പിശാച് അവരെ കീഴടക്കി കളഞ്ഞു. ഇവർ പിശാചിന് അടിമകളായി കഴിഞ്ഞു. അപ്പോൾ അവർക്കതേ പറ്റത്തുള്ളൂ. ദൈവം സ്നേഹിച്ചവരെ അവർക്ക് സ്നേഹിക്കാൻ പറ്റില്ല. പിശാചും ദൈവവും തമ്മിൽ ഒരിക്കലും ചേർച്ചയില്ലല്ലോ, അറിയാമല്ലോ. രണ്ടിന് ഘടക വിരുദ്ധമാണ്, ദൈവത്തിന് വിരുദ്ധമാണ്. എപ്പോഴും ദൈവത്തിൽ നിന്ന് ദൈവരാജ്യത്തിൽ കോട്ടം തട്ടിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ജോലി. അപ്പോൾ അത് പിശാചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളവരെ, അതായത് ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് സാധുക്കളെയാണ്. എന്നാൽ അവർക്ക് എന്താ കൊടുക്കാത്തതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഞാൻ പറഞ്ഞല്ലോ. അവർക്ക് കൊടുക്കുന്നതിനാണ് നമ്മളെ ഉള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സമ്പത്ത് നമ്മൾ കൂടുന്നത് ഇപ്പം നമ്മൾ ഒരു പാപമാണെന്നൊന്നും പറയത്തില്ല, അതങ്ങനെ പറയാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ പക്ഷേ അതിൽ തന്നെ ആകുമ്പോഴാണ് അത് വിഗ്രഹാരാധനയാകുന്നത്. അപ്പോൾ നമ്മൾ നാബോത്തിൻ്റെ രാജാക്കന്മാർ പുസ്തകം 1-ാം പുസ്തകൻ്റെ 21-ാം അധ്യായം 1 മുതൽ 25 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്ന നാബോത്ത് ഒരു മുന്തിരിത്തോട്ടം, ആഹാബ് രാജാവും ജസബൽ രാജ്ഞിയും അവരുടെ അന്ത്യം, ഇതെല്ലാം അതിൽ കാണുന്നല്ലോ. അപ്പോൾ എങ്ങനെയെങ്കിലും ആ ഒരു പാവപ്പെട്ടവനെ അവൻ്റെ കയ്യിൽ നിന്നും കൂടെ അതും കൂടെ നമ്മൾ അവർക്ക് ആർജിച്ചെടുക്കണമെന്നാണ്. അങ്ങനെ വന്നപ്പോൾ അവർക്കെന്തു പറ്റി? അവരുടെ അന്ത്യം എങ്ങനെയായിരുന്നു? കഴുകനും നായും
മറ്റ് മൃഗങ്ങളും ഒക്കെ നായ്ക്കളും ഭക്ഷിക്കുകയായിരുന്നു അവരുടെ മാംസവും രക്തവും ഒക്കെ. അങ്ങനെയായിരുന്നു അവരുടെ അന്ത്യം. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് യേശയ്യ പറയുന്നുണ്ട്, അവർ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റേതല്ലാത്ത മുട്ടകൾക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷികൾക്ക് സമനാണ് ധനികൻ. ഇടയ്ക്കത് കുറച്ച് കഴിയുമ്പോൾ ആ മുട്ട വിരിഞ്ഞ് അതങ്ങ് പറന്നു പോകും. അത് വേറെ പക്ഷികളുടെ മുട്ടയാണ്. ഈ പക്ഷി ഇതിനടയിരിക്കുന്നു, തൻ്റേതായിക്കൊള്ളുമെന്നും വിചാരിച്ച്. ധനവാനും അങ്ങനെയുള്ളതാണ് പറ്റുന്നത്, ധനം ആർജിച്ച് സ്വന്തമായിട്ട് വയ്ക്കുന്നവൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 25-ാം വാക്യത്തിൽ പറയുന്നുള്ള ധനികനായ ഒരു ഭോഷൻ്റെ കഥ പറയുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങളൊക്കെ ഈ നോയമ്പ് കാലത്ത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഈ 6-7 ദിവസങ്ങളിൽ അതൊക്കെ വായിക്കണം. വായിച്ച് നല്ലപോലെ ധ്യാനിക്കണം, പല ആവർത്തി വായിക്കണം. മനസ്സിലാകാത്തൊരു കുത്തിയിരുന്ന് അത് വായിക്കണം. നമുക്ക് മറ്റെന്തുവാ കാര്യമുള്ളത്? മറ്റ് വീട്ടിൽ ജോലികളും മറ്റ് ജോലികളൊക്കെ ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇതെല്ലാം വായിക്കണം. അതുപോലെ തന്നെയാണ് 12-ാം അധ്യായത്തിൽ 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം. അപ്പോൾ ഇതെല്ലാം അതിൽ സുഖാസക്തിയിൽ മാത്രമായിട്ട് ജീവിതം തളച്ചിടുന്നവരെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വായിക്കുക. 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, കർത്താവ് പറയുന്നത്, ജാഗരൂകരായിരിക്കണം, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. കാരണം ധനവാനോട് ഞാൻ നിത്യജീവൻ പ്രാപിക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എല്ലാം ചോദിച്ചു, നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടോ, നിയമങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ, കർത്താവിനുള്ള സ്നേഹം ഇതൊക്കെ, നിങ്ങൾ ആരാധന ഇതെല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്, ഞാൻ ചെറുപ്പം മുതൽ ശീലിച്ചതാണ്. അപ്പം പക്ഷേ നിനക്ക് ഒരു കുറവുണ്ട്. കർത്താവ് അവിടെ പറയുകയാണ് 12-ാം അധ്യായത്തിൽ, അത് നിനക്ക് ഒരു കുറവുണ്ട്, നിൻ്റെ സമ്പത്ത് നിനക്ക് കൂടുതലുണ്ട്, അധികമുണ്ട്, വളരെയധികമുണ്ട്, അത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ നിൻ്റെ ജീവിതം ഇവിടെ അല്ല സമ്പത്ത് കൂട്ടേണ്ടത്, ഭൂമിയിലല്ല, അവിടെ സ്വർഗരാജ്യത്തിലാണ്, മുകളിലാണ്. അവിടെയാണ് സമ്പത്ത് കൂട്ടേണ്ടത്, അവിടെയാണ് നിക്ഷേപിക്കാൻ നിനക്ക് പറ്റിയത്. അപ്പോൾ നിനക്ക് നിത്യജീവൻ പ്രാപിക്കാൻ സാധിക്കും. അവന് വളരെ വിമിഷ്ടപ്പെട്ട് അവൻ തിരിച്ചു പോയി. കാരണം ഒന്നും മിണ്ടാതെ അവൻ സങ്കടപ്പെട്ടുകൊണ്ട് പോയി, എങ്ങനെ ഞാൻ ആർജിച്ച സമ്പത്ത് വിട്ടുകളയുമെന്ന്. അതാണ് സമ്പത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാലുള്ള കുഴപ്പം. നമുക്ക് അതുപോലെ അതുകൊണ്ട് കർത്താവ് അപ്പോഴും ശിഷ്യരോട് എന്തുവാ പറഞ്ഞത്? ജാഗരൂകരായിരിക്കണം, മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്, സമ്പത്തിനെതിരെ നിങ്ങൾ ജാഗരൂകരായിട്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ നോയമ്പ് നോക്കിയിട്ട് ഇതെങ്ങാനും നമ്മൾക്ക് ഈ അഭിപ്രായം എങ്ങാനും തോന്നിയോ, നമുക്ക് കിട്ടിയോ, ആർക്കല്ല ഏതെല്ലാം വിധത്തിൽ ആരെല്ലാം സഹായിച്ചു. ആവശ്യമില്ലാത്തവരെ സഹായിക്കാനല്ല പറഞ്ഞത്, ഉള്ളവർക്ക് കൊടുക്കാനല്ല, അത്യാർത്ഥിയുള്ളവർക്ക് കൊടുക്കാനല്ല, ഇല്ലാത്തവർക്ക്. അവർ ദൈവത്തെ വിളിക്കും, അവർ ദൈവത്തെ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും. വിശുദ്ധ യാക്കോബ് പറയുന്നു, നീ അവർക്ക് ആഹാരം കൊടുത്തിട്ട് അവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുക, ദൈവത്തോട് പറയുക, ദൈവത്തിൻ്റെ കാര്യം അവരോട് പറയുക. അവർ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും നിനക്ക് വേണ്ടി എന്നാണ് പറയുന്നത്. അല്ലാതെ ഇത് പറഞ്ഞുകൊണ്ട് ഒന്നും കൊടുക്കാതെ വെച്ചിരുന്നതുകൊണ്ട് ഈ പള്ളിയിലും പോയി അല്ലെ ആരാധനകൾ നിർവഹിച്ച് സ്വന്തം കാര്യം, അതൊക്കെ എന്തുവാ പറയുക, സ്വാർത്ഥതയാണ്. അപ്പോൾ അത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ സമ്പത്തുള്ളവർ എങ്ങനെ രക്ഷപ്പെടുമെന്ന് കർത്താവ് ചോദിക്കുന്നുണ്ട്. അത് മറ്റുള്ള ഇവിടെ ഈ മനുഷ്യനോട് 12-ാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തതുപോലെ പറയുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, സമ്പത്ത് ശരിയായിട്ട് ഉപയോഗിക്കാത്തവന് സ്വർഗരാജ്യ പ്രവേശനം ദുഷ്കരമാണ്, അവനെ അത് സാധ്യമല്ല. ശരിയായിട്ട് വിനിയോഗിക്കണം, ഇതാണ് ശരിയായിട്ടുള്ള വിനിമയം. അത് ലൂക്ക 19-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യം അവൻ വിശുദ്ധനാണ് സക്കേവൂസ്. അവൾ വിശുദ്ധ സക്കേവൂസ് എന്ന് പറയുന്നതിൽ തെറ്റുമില്ല. സക്കേവൂസ് ആണ് ഏറ്റവും നല്ല മാതൃക. ഞാൻ ബൈബിള് എനിക്ക് ഇതൊക്കെ വായിച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല മാതൃകയായിട്ട് തോന്നുന്നത് സക്കേവൂസിനെ പറ്റിയാണ്. കാരണം ആ ഗലീലയിലെ യൂദയായിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. ഇൻകം ടാക്സ് ഇന്നത്തെ നമ്മുടെ കമ്മീഷണർ എന്ന് പറയുന്നത് പോലുള്ള ആ പദവിയിലുള്ള ആൾ.
അപ്പോൾ അത് നികുതി പിരിക്കുന്ന ആ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ആർജിച്ചു. കൂടുതൽ ഇതുപോലെ സമ്പത്ത് ശ്രദ്ധ ചെലുത്തി മറ്റുള്ളവരിൽ നിന്നൊക്കെ കൂടുതൽ പിടിച്ചു വാങ്ങിച്ചു, ആർജിച്ചു. അവൻ്റെ അധികാരത്തിൻ്റെ ബലം കൊണ്ട് എല്ലാവരുടെയും വാങ്ങിച്ചു. പക്ഷേ അവസാനം കർത്താവിനെ കണ്ടുമുട്ടിയപ്പോഴെന്തുവാണ് പറയുന്നത്? എല്ലാം പങ്കുവെച്ച് കൊടുക്കൂ. അവസാനം സക്കേവൂസിൻ്റെ, ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ടിരുന്ന് ധ്യാനിച്ചിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, സക്കേവൂസിൻ്റെ ഗതി എന്തായിരുന്നു? ഒന്നുമില്ലാത്തവനായിപ്പോയി. അവിടെ സമ്പത്ത്, കർത്താവ് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ രാജ്യത്തിലെ അവൻ പ്രധാന പൗരനായിട്ട് മാറിയിട്ടുണ്ട്. അവിടാണ് സമ്പത്ത് കൂട്ടിയത്. അവൻ ഒന്നുമില്ലാത്തവനായിട്ടായിരിക്കണം സക്കേവൂസ് മരിച്ചത്. ഒരുപക്ഷെ വഴിയിൽ കിടന്നായിരിക്കും. സർവ്വതും കൊടുത്തു കാണും, സർവ്വതും കൊടുത്തു. കർത്താവിൻ്റെ സുവിശേഷവും പറഞ്ഞുകൊണ്ട് നടന്ന ദൈവരാജ്യത്തിൻ്റെ കർത്താവ് അങ്ങനെ മാനസാന്തരപ്പെടുത്തിയപ്പോൾ. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ വിവരിക്കാനുള്ള നമുക്ക് സമയമില്ല. അപ്പോൾ സമ്പത്ത് പങ്ക് വയ്ക്കാൻ തയ്യാറാകാത്തവർക്ക് നിത്യജീവൻ അവകാശമില്ല ആണ് ഇവിടെ കർത്താവ് പറയുന്നത്. സമ്പത്ത് ശരിയായിട്ട് അത് ഉപയോഗിക്കാത്തത് അത് ദുഷ്കരമാണ് സ്വർഗരാജ്യം. അപ്പോൾ തിമോത്തിയോസിൻ്റെ എഴുതിയ പൗലോസ് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 6-7 വാക്യം, ഉള്ളത് കൊണ്ട് തൃപ്തി അടയുന്നവനാണ് ദൈവഭക്തിയിൽ സന്തോഷവും സമാധാനവും കിട്ടുന്നത്. അവനത് മതി, ഉള്ളത് കൊണ്ട് തൃപ്തി അടയണം. അതേസമയം ഈ ഉള്ളത് കൊണ്ട് തൃപ്തി അടയാൻ പിന്നെയും വാങ്ങിക്കുന്നതിന് ദൈവഭക്തി ഉണ്ടാകത്തില്ല. ഇനി ദൈവഭക്തി ഉണ്ടെന്നും പറഞ്ഞ് അപ്പോൾ ഞാനായാലും ധനത്തിന് വേണ്ടി അങ്ങ് അധ്വാനിച്ചു കൊണ്ടിരുന്നാൽ എനിക്ക് ദൈവഭക്തി ഉണ്ടെന്ന് ഞാൻ വെറുതെ പറയുക, കള്ളം പറയുക, വ്യാജം പറയുക, മറ്റുള്ളവരെ പറ്റിക്കാൻ പറയുക, തട്ടിപ്പാണ് അത് എന്നാണ് കർത്താവ് പറയുന്നത്, വിശുദ്ധ പൗലോസ് അവിടെ പറയുന്നത്. അതുകൊണ്ടാണ് അപ്പം വിശുദ്ധ യാക്കോബ് പറയുന്ന സമ്പത്തിൻ്റെ കാര്യവിചാരകനാണ് മാത്രമാണ് ഈ സമ്പന്നൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള ദരിദ്രരെ നമ്മളിങ്ങനെ സുഷുപ്തിയിൽ ഇങ്ങനെ കഴിയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. നോയമ്പ് കാലത്ത് ഈ 7 ദിവസങ്ങളെങ്കിൽ ഇതുവരെ നമുക്ക് ഇതെല്ലാം മോശം വന്നു പോയെങ്കിൽ, കൈമോശം വന്നു പോയെങ്കിൽ കൂടുതൽ ധ്യാനിക്കണം, ചിന്തിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ ചുറ്റുപാടും ആരെങ്കിലും വിശന്ന് നിലവിളിക്കുന്നുവെങ്കിൽ, എനിക്ക് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ദൈവത്തോട് പറയുന്നുവെങ്കിൽ, രോഗത്തിന് ചികിത്സിക്കാൻ നിവർത്തിയില്ല എന്ന് പറയുന്നുവെങ്കിൽ, നമ്മൾ കേട്ടെങ്കിൽ ആ സമ്പത്ത് കൈവശം വെച്ചിരിക്കുന്നവന് മഹാപാതകമാണ് അവൻ്റെ സമ്പത്ത്. അന്നേരം തന്നെ അവനത് അനുഭവപ്പെടും. മഹാപാതകമാണ് അവൻ്റെ ജീവിതത്തിലത്. കാരണം നീ കസ്റ്റോഡിയനാണ്, ആ കാര്യവിചാരകനാണ്, അത് അവന് കൊടുക്കേണ്ടതാണ്. ആ നിലവിളി ദൈവം കേൾക്കുമെന്നാണ് വിശുദ്ധ യാക്കോബ് പറയുന്നത്. ഇപ്പോൾ അപ്പോൾ അത് തന്നെ ലൂക്കായുടെ സുവിശേഷത്തിൽ 16-ാം അധ്യായത്തിൽ 19 മുതൽ 30 മുതൽ 31 വരെയുള്ള വാക്യത്തിലും പറയുന്നത് ഇത് തന്നെയാണ്. ധനവാൻ്റെ ലാസറിൻ്റെ ഉപമ. കാരണം ധനവാൻ അറിഞ്ഞോ, ധനവാൻ്റെ പടിപ്പുരയുടെ അടുത്താണ്, വീട്ടിൽ പടിപ്പുര കടന്നാണല്ലോ മുറ്റവും കടന്ന് വീട്ടിലോട്ട് കയറുന്നത്. അവൻ്റെ മാളികയിലും കഴിയുന്നത്. പക്ഷേ പടിപ്പുരയിൽ ഒരാൾ കിടപ്പുണ്ടായിരുന്നു. ഒരു റോഡിൽ ആ വഴിയരികിലുള്ള പടിപ്പുരയിൽ ഒരു ലാസർ എന്ന് പറയുന്ന ഒരു ദരിദ്രൻ കിടന്നിരുന്നു. അവൻ്റെ കാര്യമൊന്നും അന്വേഷിച്ചില്ല. ഇവിടുന്ന് അങ്ങോട്ട് വെളിയിലോട്ട് എറിയുന്ന എച്ചിൽ ആണ് ഉച്ഛിഷ്ടമായിരുന്നു അവൻ്റെ ഭക്ഷണം. അതില്ലെങ്കിൽ അവനില്ല. പക്ഷേ ഈ ധനവാൻ ഇങ്ങനെ സൂഹിക്കുമ്പോൾ അവൻ്റെ കടമ, അവനെന്തുവാ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നരകത്തിലും ലാസർ സ്വർഗത്തിലും. അവസാനം നരകത്തിൽ കിടന്നുകൊണ്ട് അവന് വിളിച്ച് പറയേണ്ടി വന്നു, ദൈവമേ ആ ലാസറിനെങ്കിലും ഇങ്ങോട്ടൊന്ന് വിടുക. എനിക്ക് അബ്രാഹത്തിനോട് പറയുകയാണ്, പിതാവായ അബ്രാഹത്തോടെ സ്വർഗത്തിൽ ഇരിക്കുമ്പോൾ പറയുന്നു, ഇങ്ങോട്ട് വിടുക, എനിക്ക് അല്പം വെള്ളം തരണം, ഇവിടെ ഞാൻ ചുട്ടുപൊള്ളുകയാണ് ഇവിടെ. അപ്പോഴേ പറയുന്നത്, നീ ജീവിച്ചിരുന്നപ്പോൾ പരമ സുഖമല്ലായിരുന്നു, അന്ന് ഈ ലാസറിന് പരമ ദാരിദ്ര്യമായിരുന്നു. നീ അന്വേഷിച്ചോ? നീ അവന് കൊടുത്തോ? ആർക്കും കൊടുത്തു? ആർക്കും കൊടുത്തില്ല. അതുകൊണ്ട് നീ ഇപ്പം അനുഭവിക്കണം. ഇപ്പം ഈ 80, 90, 100 വയസ്സ് വരെയുള്ള ആ വർഷങ്ങൾ വരെയുള്ള ഈ സുഖമേ ഉള്ളൂ. അത് കഴിഞ്ഞാലുള്ള സുഖം, അതിന് അന്ത്യമില്ലാത്ത സുഖം, അവസാനമില്ലാത്ത, പരിധിയില്ലാത്ത സുഖം, അത് ഈ ഇല്ലാത്തവനെ
വേണ്ടി മാറ്റി വച്ചിരിക്കുകയാണ് ദൈവം. അവനെ അനുഭവിക്കണം അത്. അതാണ് പറഞ്ഞത്, ഏറ്റവും ഇല്ലാത്തവരെയും പാവങ്ങളെയും ദരിദ്രരെയാണ് കർത്താവ് സ്നേഹിക്കുന്നതെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ചിലരൊക്കെ പറയുന്നുണ്ട്, ദൈവസ്നേഹമില്ലാത്തവർ, ദൈവത്തെ നിഷേധിക്കുന്നവർ, അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ലോകത്തൊന്ന് സുഖിക്കാൻ ഇല്ലാത്തവൻ പിന്നെ എന്തിനാ അപ്പുറത്ത് അവിടെ പോയി സുഖിക്കുന്നതെന്ന് പറഞ്ഞാൽ അതെന്തോ ഉണ്ടെന്ന് തന്നെ എങ്ങനെ അറിയാമെന്ന്. അതിനാണ് നേരത്തെ പറഞ്ഞത്, ഈ സമ്പത്ത് മറ്റുള്ളവരെ അവന് കൊടുക്കാനുള്ള ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവൻ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അവന് അതിൻ്റെ ശിക്ഷയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പങ്കുവയ്ക്കാൻ തയ്യാറാകണം. വിശുദ്ധ സക്കേവൂസിനെ പോലെ നമ്മളായിത്തീരണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവർക്കും കൂടെ അയച്ചു കൊടുക്കണേ, എല്ലാവർക്കും ഷെയർ ചെയ്യണേ, എല്ലാവരെയും കേൾപ്പിക്കണേ. അവരോട് ഇത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും കൂടെ നിങ്ങൾ നിർബന്ധിക്കണം. കാരണം എല്ലാവരിലും ഇതെത്തണം. അതാണ് നമ്മുടെ നൊയമ്പ് കാലത്ത് ഇത് നമ്മൾക്ക് വളരെയധികം ധ്യാനിക്കാനുള്ള വിഷയങ്ങളാണ് ഇത്. നമ്മളധികം ആരും പരിഗണിക്കാത്ത വിഷയമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എൻ്റെ വീഡിയോ ദി റിയൽ വേ ഒഫീഷ്യൽ ബൈബിൾ സ്റ്റഡി തോമസ് മീനത്തേതിൽ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾക്ക് ഈ ലിസ്റ്റുകളെല്ലാം കിട്ടും. 158 മറ്റോ വീഡിയോകളുണ്ട്. കഴിഞ്ഞ വർഷത്തെ നൊയമ്പുകാല ചിന്തകൾ, ധ്യാനങ്ങൾ തന്നെ വേണ്ട ഒരു 16 വീഡിയോകളുണ്ട്. അതെല്ലാം കിട്ടും. അതിലൊക്കെ ഇങ്ങനെ ധ്യാനിക്കാനുള്ള എല്ലാ വിഷയങ്ങളും ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ഇതിനെല്ലാം പ്രാപ്തരാക്കട്ടെ. നമ്മൾ നൊയമ്പുകാല പുണ്യങ്ങളെല്ലാം നമുക്ക് തുടർന്നും ഈ 7-8 ദിവസം അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മൾക്ക് നേടുന്നതിന്, ദൈവരാജ്യത്തിൽ നമ്മുടെ നിക്ഷേപം കൂട്ടുന്നതിന് നമ്മൾക്ക് സാധ്യമാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ നമ്മൾക്ക് അതിനുള്ള മനസ്സും എല്ലാം നമ്മളെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.